നമസ്കാരം, ഞാൻ മജീഷ്യൻ ഷൊർണൂർ രവി. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, അത് കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാലി ഗ്ലാസ്. ഈ കാലി ഗ്ലാസ്സിലേക്ക് ഞാൻ ഈ മദ്യം ഇങ്ങനെ ഒഴിക്കണം. കണ്ടോ, മദ്യം ഇങ്ങനെ ഒഴിക്കണം. കണ്ടോ കണ്ടോ, അത് വെള്ളമായി, ഇത് പച്ചവെള്ളമായി. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന് സ്റ്റേജിൽ ഈ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഒരു 10-22 പേര് ഇതേമാതിരി ഈ കുപ്പിവെള്ളം വേണ്ടി പുറത്ത് കാത്തുക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ, അല്ല ചേട്ടാ, നിങ്ങളിപ്പോൾ മദ്യം വെള്ളമല്ലേ ആക്കിയേ, ഇനി ഞങ്ങൾക്ക് ഈ കുപ്പിയിലുള്ള വെള്ളമൊക്കെ മദ്യമാക്കി തരുമെന്ന് പറഞ്ഞു. സത്യത്തിൽ മാജിക്കിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ വാനിഷായി എന്നുള്ളതാണ്. വെറും വെള്ള പേപ്പർ കണ്ടോ, തൂവെള്ള പേപ്പറാണ് കണ്ടോ. ഈ തൂവെള്ള പേപ്പർ കണ്ടോ, 1 2 3 കണ്ടോ. ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമല്ല, സിമ്പിൾ പരിപാടിയാണ് കണ്ടോ. ഇതിങ്ങനെ ആയിട്ട് കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ കണ്ടോ കറൻസി നോട്ടുകൾ കണ്ടോ. ഈ കറൻസി നോട്ടുകൾ ഇങ്ങനെ ചെയ്തു. ഇത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കമ്മിറ്റിക്കാരുടെ അടുത്ത് പോയിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം കമ്മിറ്റിക്കാരുടെ അടുത്ത് പോയപ്പോൾ പേപ്പർ കീറി തന്നിട്ട് അവർ പറയാ, രവി താ 2-3 ലക്ഷം എടുത്തോന്ന്. സത്യത്തിൽ ഞാൻ അപ്പോൾ ശാശിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷം വേറെ സംഭവം ഉണ്ടായി. ഈ മുട്ട കണ്ടോ, ഈ പുഴുങ്ങിയ മുട്ടയാണത്. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പം ഞാൻ ഈ സാധാരണ ശൈലി പുഴുങ്ങിയ മുട്ട അങ്ങനെ ഇടും കണ്ടോ. പുഴുങ്ങിയ മുട്ട, ഈ പുഴുങ്ങിയ മുട്ട കണ്ടോ. ജനറേറ്റ് ചെയ്യണം, വീട്ടിൽ കൊണ്ടുപോടാ. ഈ ഒരു മാജിക് കൊണ്ട് എൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചാൽ ഒരു മുട്ടയുള്ളൂ, കൂട്ടാൻ വയ്ക്കണം, കറിക്ക് മുട്ടയുള്ളൂ. അപ്പോൾ എന്നോട് ഉഷോപ്പോൾ പറഞ്ഞു, അനിയേട്ടാ മുട്ട എടുത്ത് തരൂ എന്ന് പറഞ്ഞു. ഈ ഞാൻ മുട്ട എങ്ങനെയാത്. അപ്പോൾ വൈകാന്ന് പറഞ്ഞ കുട്ടി പറയാ, താടി ചേച്ചാന്ന് മുട്ട എടുത്തല്ലേ, സ്റ്റേജിൽ 10-30 മുട്ട എടുത്തല്ലേ, ഒരു 20 മുട്ട അച്ചമ്മയ്ക്ക് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ താടി അങ്ങ് പഠിച്ചു. ഞാനൊരു മജീഷ്യനാണ്, അല്ല നിങ്ങൾ വളർത്തുന്ന കോഴി എന്നല്ല ഞാൻ മുട്ട എടുക്കാൻ. മുട്ടടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാ. ഇപ്പോൾ ഇവിടുത്തെ 3 വ്യക്തിത്വമുള്ള ഫോട്ടോ ആണെന്നുള്ളത് കണ്ടോ. കണ്ടോ, ഇങ്ങനെ ഇടും, ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ, ഇത് ഒരു കാലി പാത്രമാണ് കണ്ടോ. ഈ കാലി പാത്രത്തിൽ ഞാൻ കണ്ടോ ഇതാ ഇതിങ്ങനെ മൂടുകയാണ്. ഇതിങ്ങനെ മൂടിയ കണ്ടോ മഞ്ജു. എനിക്ക് കറക്റ്റ് അല്ല, ഇങ്ങോട്ടൊന്നും വന്നില്ല. തരാം 2 വന്നു. ഇങ്ങനെ ചെയ്തു. എന്റെ സ്പെഷ്യൽ ഇനം അവസാനം ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ് ലേഡി കട്ടിങ്. അതായത് ഒരു സ്ത്രീയെ 2 മുറിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അത് നിർഭാഗ്യവശാൽ 2 സ്ഥലത്ത് ഫെയിലിയറായി. ഒന്ന് പൂജപ്പുരയിലും ഒന്ന് വിയ്യൂരും. അതിൻ്റെ കേസിന് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒന്നുകൂടെ കയറിയതാണ്. ഇനി ആ കേസിൻ്റെ വിധി അറിഞ്ഞിട്ട് വേണം രണ്ടാമത് ഞാൻ ഇവിടെ വരണോ വരണ്ടേ എന്നുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേസ് അനുകൂലമാവാൻ.